Hi everyone, good morning to all. Today we are going to discussing another important session of your contract, that is the discharge of contract. The discharge of contract simply means the termination of contract. We can terminate the contract or discharge the contract by various modes of operations. The contract may be discharged any one of the following ways: by way of the performance, by the agreement, by lapse of time, by operation of law, by impossibility of performance, and the breach of contract. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു സെഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ടെർമിനേഷൻസ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാരിയസ് മോഡ്സ് വഴി നമുക്കൊരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ഒന്നാമത്തെയാണ് ബൈ പെർഫോമൻസ്, രണ്ടാമത്തെയാണ് എഗ്രിമെൻറ്റ്, മൂന്നാമത്തെയാണ് ലാപ്സ് ഓഫ് ടൈം, പിന്നെ ഓപ്പറേഷൻ ഓഫ് ലോ, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇന്നത്തെ ഒന്നാമത്തെ പോയിന്റാണ് ബൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. ബൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെർട്ടൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ സെർട്ടൻ ഒബ്ലിഗേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിരിക്കുന്ന എത്ര വ്യക്തികളുണ്ടോ ആ വ്യക്തികൾ ദേ ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ, അല്ലേ? അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ രണ്ടുപേരുടെയും ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കോൺട്രാക്റ്റ് അവിടെ പെർഫോമായി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സാമ്പിളത്തെ പോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ ബൈക്ക് മറ്റൊരു വ്യക്തിക്ക് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് എഴുതി. ഈ വ്യക്തി ബൈക്ക് കൊടുക്കുകയും ചെയ്തു, മറ്റേ വ്യക്തി അതിന് തുല്യമായിട്ട് കൺസിഡറേഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കോൺട്രാക്റ്റ് അവിടെ പെർഫോം ചെയ്തു. അപ്പോൾ രണ്ട് വ്യക്തികളും ദെയർ ഒബ്ലിഗേഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ദ ഡിസ്ചാർജ് ബൈ ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റ് അവിടെ ഡിസ്ചാർജ് ആയി, പെർഫോം ചെയ്തുകൊണ്ട് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി മാറി. രണ്ടാമത്തെയാണ് ബൈ എഗ്രിമെൻറ്റ്. ബൈ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ കോൺട്രാക്ട് ക്രിയേറ്റഡ് by an agreement between two parties. Hence, it can be discharged or terminated by mutual agreement or consent. അതായത് നമ്മൾ രണ്ട് വ്യക്തികൾ ഒരു എഗ്രിമെൻ്റ് എഴുതിക്കൊണ്ടായിരിക്കും കോൺട്രാക്റ്റിൽ വരിക. പക്ഷേ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതും ഇതുപോലൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആറ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാം. ഒന്നാമത്തെയാണ് നോവേഷൻ, രണ്ടാമത്തെയാണ് റിസിഷൻ, മൂന്നാമത്തെ ഓൾട്ടറേഷൻ, റിമിഷൻ, വെയ്വർ, മെർജർ. അല്ല, ഒന്നാമത്തെ പോയിൻ്റാണ് എന്ത്? നോവേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം നോവേഷൻ എന്ന് പറഞ്ഞാൽ നോവേഷൻ മീൻസ് എ ന്യൂ കോൺട്രാക്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ദ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിലനിൽക്കുന്ന കോൺട്രാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ കോൺട്രാക്റ്റ് എഴുതപ്പെട്ടതാണെങ്കിൽ അതാണ് നോവേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കരാറ് നമ്മൾ എക്സിസ്റ്റ് ചെയ്ത എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ആ എഗ്രിമെൻ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിന് പകരമായിട്ട്, അതായത് പുതിയൊരു കോൺട്രാക്റ്റിന് പകരമായിട്ട് അല്ല പഴയ കോൺട്രാക്റ്റിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ കോൺട്രാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കോൺട്രാക്റ്റ് എന്തായി? അവിടെ ക്യാൻസലായി. അതിന് പകരം പുതിയ കോൺട്രാക്റ്റാണ് എന്ത് ചെയ്ത് പുതിയത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്, അത് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴയ കോൺട്രാക്റ്റ് എന്ത് ക്യാൻസലായി മാറി. അതാണ് എന്ത്? നോവേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നോവേഷൻ മീൻസ് ദ ന്യൂ കോൺട്രാക്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ദ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്. അപ്പോൾ നിലനിൽക്കുന്ന കോൺട്രാക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി മാറ്റി. അപ്പോൾ പഴയ കോൺട്രാക്റ്റ് എന്തായി? ഓട്ടോമാറ്റിക്കലി അവിടെ ക്യാൻസലായി മാറി. അതാണ് എന്ത്? നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്താണ് റെസിഷൻ എന്ന് പറഞ്ഞിട്ട്. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. റെസിഷൻ റിസൾട്ട് ഇൻ ദ ഡിസൊല്യൂഷൻ ഓഫ് ദി കോൺട്രാക്ട്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്താൽ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുക. അതാണ് എന്ത്? റെസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കോൺട്രാക്റ്റ് എഴുതിപ്പെട്ടു, ഒരു 1000 bags ഓഫ് റൈസ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തു. ആ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് എന്താ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ മ്യൂച്വൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ പറഞ്ഞ ടൈമിൽ നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും? നമ്മളൊരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ട്, ഞങ്ങളെ കൊണ്ട് ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഈ കോൺട്രാക്റ്റ് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എന്ത് ചെയ്യും?
ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി മാറ്റും. ഇവിടെ ആ ഒരു പുതിയ കോൺട്രാക്റ്റ് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് എന്ത്, റെസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയാണ് ഇത് വരുന്നത് ഓൾട്ടറേഷൻ എന്ന്. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എഡിറ്റിംഗ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പുതിയ ക്ലോസുകൾ എന്തെങ്കിലും വെക്കേണ്ടി വരും. അങ്ങനെ ക്ലോസുകൾ എന്തെങ്കിലും വെക്കുമ്പോൾ നമുക്ക് ചിലപ്പം ആ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യാതെ ആയിരിക്കും ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിൽ ആ ക്ലോസ് വേണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ കോൺട്രാക്റ്റിന് ആ ക്ലോസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, പഴയ കോൺട്രാക്റ്റ് അവിടെ എന്ത് ചെയ്യും, ഒഴിവായി മാറി അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, രൂപം തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 2 വ്യക്തികൾ പറഞ്ഞു ഒരു എന്തെങ്കിലും സാധനം ഞങ്ങൾക്ക് സെപ്റ്റംബർ 1 തരാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, 2 പേരും സമ്മതത്താൽ ഈ സെപ്റ്റംബർ 1 എന്നുള്ളത് സെപ്റ്റംബർ 30 പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ 2 വ്യക്തികളും എഗ്രി ചെയ്തുകൊണ്ടായിരിക്കും ഈ ഡേറ്റ് മാറ്റിയിട്ടുണ്ടാവുക. അതാണ് എന്ത്, കേസ് ഓഫ് ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും നമ്മളൊരു കോൺട്രാക്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പഴയ കോൺട്രാക്റ്റ് അവിടെ എന്ത് ക്യാൻസലായി മാറി. അതാണ് എന്ത്, ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിമിഷൻ മീൻസ് ആക്സെപ്റ്റൻസ് ബൈ ദ പ്രോമിസി ഓഫ് എ ലെസർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 3000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. എ പേ ടു ബി ₹2000. എ എന്ത് ചെയ്തു, 2000 രൂപ ബിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതാണ് എമൗണ്ട്, നിങ്ങൾക്ക് തരാനുള്ള എമൗണ്ടിൽ ഇത്ര 2000 രൂപ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ശരിക്കും 3000 രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഞാൻ സാറ്റിസ്ഫാക്ടറി ആണ്, ഇനി തരാനുള്ള 1000 തരണ്ട, ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ശരിക്കും ഇവർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞത് 3000 രൂപയ്ക്ക് തന്നെ ഓൾറെഡി ആദ്യം നമ്മൾ കോൺട്രാക്റ്റ് എഴുതിപ്പെട്ടത്. പക്ഷേ ഇയാൾ എന്താ സാറ്റിസ്ഫാക്ടറി ആണ്, 2000 മതി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കാശ് കൊടുത്തപ്പോൾ 2000 മേടിച്ചിട്ടുള്ളൂ. 3000 കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും 2000 വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 2000 മേടിച്ചുകൊണ്ടാണ് എന്ത് ആ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫുൾഫിൽമെൻറ്റ് ചെയ്യാതെയായിരുന്നു എന്ത്, ഈ കോൺട്രാക്റ്റ് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത്, റെമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പറയുന്നുണ്ട് എവരി പ്രോമിസസ് മേ ഡിസ്പെൻസ് വിത്ത് ഓർ റെമിറ്റ് വോളി ഓർ ഇൻ പാർട്ട് ദ പ്രോമിസ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ് ടു ഹിം or may extend the time for such performance or may accept instead of it any satisfaction with he think fit. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമ്മൾ ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും കാശ് തരാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 നമുക്ക് തരാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് എഴുതി, ഇന്ന ആൾ ഇത്ര എമൗണ്ട് നമുക്ക് തരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അയാൾ ആ പേയ്മെൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ പേയ്മെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കറക്റ്റ് ടൈമിലാണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അനുവദിച്ച് കൊടുക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു, ഇത്ര എമൗണ്ട് മതി, ഞാൻ സാറ്റിസ്ഫാക്ടറി ആണെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റ് അവിടെ വെച്ചിട്ട് തീരുകയാണല്ലേ. അവിടെ നമ്മുടെ ഒറിജിനൽ കോൺട്രാക്റ്റ് എന്ത് സാറ്റിസ്ഫാക്ടറി ലെവലിലാണ്, ഒരു ക്ഷമാപണം പോലെ അല്ലെങ്കിൽ ആ മാപ്പ് തിരുത്തൽ പോലുള്ളൊരു ടേം ആയതുകൊണ്ടാണ് ഈ റെമിഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്തത്, ഈ കോൺട്രാക്റ്റിനെ വിളിക്കുന്നത്. വെയ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്വർ മീൻസ് ദ ഡെലിബറേറ്റ് അബണ്ടൻമെൻറ്റ് ഓർ ഗിവ് അപ്പ് ഓഫ് എ റൈറ്റ് വിച്ച് എ പാർട്ടി ഈസ് എൻറ്റഡ് ടു അണ്ടർ എ കോൺട്രാക്ട്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം ആ കോൺട്രാക്റ്റ് അബൺമെൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുക. അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ക്യാഷ് തരാമെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് ഉണ്ടായി കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെയിൻറ്റ് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് അബൺമെൻറ്റ് സംഭവിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഡെലിബറേറ്റ്ലി അബൺമെൻറ്റ് ചെയ്തു അല്ലെ, അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്ത് അബൺമെൻറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ കോൺട്രാക്റ്റ് എന്തായത് മാറി, ഡിസ്ചാർജ് ആയി മാറി അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ആയി മാറി. അതാണ് എന്ത്, കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ബൈ വേ ഓഫ് വെയ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡെലിബറേറ്റ്ലി അബൺമെൻറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റാണ് വെയ്വേഴ്സ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് മെർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർജർ മീൻസ് ദ മെർജ് ഓഫ് 2 or more റൈറ്റ്സ് ഇൻ ടു 1 കോൺട്രാക്റ്റ്. അപ്പോൾ 2 or അതിലധികമോ റൈറ്റ്സുകൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ
കൂടിച്ചേരുന്നത് നമ്മൾ എന്ത് പറയും, മെർജർ എന്ന് പറയും. ഉദാഹരണമായിട്ട് ലീസിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് കാണാറ്. എ ഈസ് ഹോൾഡിങ് ദ ഹൗസ് ഓഫ് എ ബി, അല്ല ബിയുടെ ഹൗസ് എയുടെ കൈവശമാണ് ലീസിന് വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എ എന്ത് ചെയ്തു, ആ ബിയുടെ നിന്ന് ആ വീട് എന്ത് ചെയ്തു, വാങ്ങിച്ചു, കാശ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ലീസ് എമൗണ്ട് ലീസ് കോൺട്രാക്റ്റ് മാറിയിട്ട് എന്ത് ചെയ്തു, അയാൾക്ക് സ്വന്തമായിട്ട് ആ വീട് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലീസിൽ വരുന്ന റൈറ്റ്സുകളൊക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്ത് മാറി, ഡിസ്ചാർജായി മാറി. അതാണ് എന്ത് ഡിസ്ചാർജ് ഓഫ് ദ കോൺട്രാക്ട് ബൈ വേ ഓഫ് മെർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന റൈറ്റ്സുകളൊക്കെ ഡിസ്ചാർജായി മാറി. അപ്പോൾ ഈ മെർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്ന റൈറ്റ്സുകളൊക്കെ എന്ത് ചെയ്ത് നമ്മൾ കൂട്ടിക്കൊടുത്തിട്ട് ഒരു ഒറ്റ കോൺട്രാക്റ്റാക്കി മാറുകയാണ്. അപ്പോൾ പഴയ ഉണ്ടായിരിക്കുന്ന റൈറ്റ്സുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയിട്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് അഗ്രിമെൻറ്റ് ത്രൂ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്താണ് ലാപ്സ് ഓഫ് ടൈം. നിങ്ങൾക്കറിയാം ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി മാറും. ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലാണ് ഇങ്ങനൊരു കോൺട്രാക്റ്റൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിലൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 ഇയർ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ് പറയും, ഇപ്പോൾ ഇന്ന് എടുക്കുന്ന വാഹനത്തിന് എടുക്കുന്ന ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഇതേ ദിവസം രാത്രി 12 മണിക്ക് എന്ത് ചെയ്യും, ആ കോൺട്രാക്റ്റ് ആ ടൈം ലിമിറ്റിൽ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും, അവസാനിച്ചു. അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തായി, ആ കോൺട്രാക്റ്റ് ടൈം കഴിഞ്ഞതിൻ്റെ പേരിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോയി അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി മാറി എന്ന് പറഞ്ഞാൽ അതാണ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്താണ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അതാണ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഡിസ്ചാർജ്ഡ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഇൻ ദ ഫോളോയിങ് കേസസ്. ഞാൻ പറയുന്ന കേസസിൽ കേസസിൽ നമുക്ക് എന്തെങ്കിലും ഈ കോൺട്രാക്റ്റുകൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. നിയമം പറയുകയാണ്, നിയമം അനുശാസിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്തായി ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജായി മാറിയെന്ന്. ഒന്നാമതാണ് ഡെത്ത്, അല്ലേ, ആ കോൺട്രാക്റ്റിൽ ഇട്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റോടെ അവസാനിച്ചു. രണ്ടാമത്താണ് ഈ ഇൻസോൾവൻസി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ കോടതി നമ്മളെ പാപ്പരായി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി മാറി. അടുത്താണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ. മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന മിസ്റ്റേക്സുകളൊക്കെ, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് വഴി നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്തായി മാറി, ഓപ്പറേഷൻ ബൈ ലോൻ്റെ പ്രകാരം ഡിസ്ചാർജ് ആയി മാറി. അടുത്താണ് മെർജർ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ മെർജർ പോലെ തന്നെയാണ്. മെർജർ ഓഫ് റൈറ്റ്സ് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ലീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ ലീസിൽ നിന്നും മാറിയിട്ട് നമ്മൾ പുതിയൊരു കോൺട്രാക്റ്റിൽ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ലീസിൽ ഉണ്ടായിരിക്കേണ്ട റൈറ്റ്സുകൾ ഓട്ടോമാറ്റിക്കലി മാറി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലീസിനെടുത്ത വീട് നമ്മൾ സ്വന്തമായി മേടിക്കുമ്പോൾ ലീസിലുണ്ടായിരിക്കുന്ന റൈറ്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കൽ ഡിസ്ചാർജ് ആയതുകൊണ്ട് നമുക്ക് ഓണർഷിപ്പിൽ ഉണ്ടാകുന്ന റൈറ്റ്സുകളായിരിക്കും നമുക്ക് പിന്നീട് വരിക. അപ്പോൾ നമ്മൾ ഈ ലീസ് റൈറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിയമം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഓഫ് ലോ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ചാർജ് ഓഫ് ലോസിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ ത്രൂ ദ ഡിസ്ചാർജ് ഓഫ് ദ കോൺട്രാക്റ്റ് എന്നുള്ളത്. അതിൽ അടുത്തത് തന്നെയാണ് നമ്മുടെ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ആ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായി മാറി, ഡിസ്ചാർജ് ആയിട്ട് മാറും. ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കോൺട്രാക്റ്റുകൾ ഇങ്ങനെ ഇമ്പോസിബിലിറ്റി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ കൂടി നമുക്ക് ഒരുപാട് കോൺട്രാക്റ്റുകൾ അവിടെ ഡിസ്ചാർജ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇത്ര നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ചിലപ്പോൾ നേച്ചർ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നതിലൊക്കെ പല കാരണത്താൽ നമുക്ക് ആ കോൺട്രാക്റ്റ് പോസിബിൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോസിബിലിറ്റി വന്നതുകൊണ്ട് നമുക്ക് കോൺട്രാക്റ്റ് നടത്താൻ കഴിഞ്ഞില്ല. സബ്സിക്വൻ്റ്ലി ആ കോൺട്രാക്റ്റ് മാറി, ഇമ്പോസിബിളായി മാറി. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജായി മാറുകയാണ് പിന്നെ ഉണ്ടാകുന്നത്. അടുത്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വഴി നമുക്ക് എങ്ങനെയാണ് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവണമെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സഫിഷ്യൻറ്റ് റീസൺ കൂടെ നമുക്ക് വരാതെ നമ്മളൊരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തില്ല എന്ന് വിചാരിക്കുക.
അങ്ങനെ ആ കോൺട്രാക്റ്റ് ഒഴിവായി മാറിയാൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി മാറിയാൽ നമുക്കതിനെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിട്ട് ചെയ്യാതെ ആ കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്നിക്കൽ അല്ലെങ്കിൽ നമുക്ക് അതിനെ സഫീഷ്യൻറ്റ് റീസൺ കൊണ്ടാണ് നമുക്ക് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഇൻസഫിഷ്യൻറ്റ് റീസണത്താൽ നമുക്ക് എന്തെയില്ല, ആ കോൺട്രാക്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് നമ്മൾ ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കാതെയാണ് നമ്മൾ ആ കോൺട്രാക്റ്റ് ഒഴിവായെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയതുള്ള ആ വഴിനെ വിളിക്കുന്ന ആ മോഡ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വേരിയസ് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ പെർഫോമൻസ്, ബൈ എഗ്രിമെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എന്ന് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ രണ്ട് വ്യക്തികളും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയി മാറി. ബൈ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോൺട്രാക്റ്റ് ചില സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ എഗ്രിമെൻറ്റ് എഴുതിയിട്ടാണ് ആ കോൺട്രാക്റ്റ് വേണ്ടെന്ന് വെക്കുന്നതെങ്കിൽ അതാണ് ബൈ എഗ്രിമെൻറ്റ് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്നുള്ളത്. ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി മാറി. പിന്നെ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്നുണ്ട്, ചില കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഡെത്ത് ആവാം, ചിലപ്പോൾ ഇൻസോൾവൻസി ആവാം, ചിലപ്പോൾ ഓൾട്ടറേഷൻ ആവാം, മെർജർ ആവാം, എന്തോ ആവാം. ഓക്കെ, അടുത്താണ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നുള്ളത് അല്ലേ. അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്റ്റായി മാറി ഡിസ്ചാർജ് എന്ന രീതിയിൽ നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. അടുത്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചില ഒരു കാരണത്താൽ ഇൻസഫിഷ്യൻറ്റ് റീസൺ ഇല്ലാതെ ദർ ഇസ് നോ സ്റ്റെപ്സ് ടു അച്ചീവ് ദ പെർഫോമൻസ് അല്ലെ, ആ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പും എടുക്കാതെ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് റീസൺ ഇല്ലാതെയാണ് ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്ത് അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മോഡ്സ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.